Yo, what's up guys? Friends, ഈ സ്മാർട്ടായ ലോകത്ത് സ്മാർട്ട് തിങ്സ് ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണല്ലേ. ഈ സ്മാർട്ട് തിങ്സ് അതുപോലെ തന്നെ നമ്മുടെ സ്മാർട്ട് ഫോൺ അതുപോലെ സ്മാർട്ടായിട്ടുള്ള എല്ലാ ഡിവൈസുകളും ഇറങ്ങിയ ഒരു എൻട്രി കാലഘട്ടം, ഒരു 2012, 13, 14 കാലഘട്ടത്തിൽ ഇറങ്ങിയ ഒരു സ്മാർട്ട് വെയറബിളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. സോ ഫ്രണ്ട്സ്, നമുക്കെന്താ നേരെ ആ വീഡിയോയിലോട്ട് പോയാലോ? സോ ലെറ്റ്സ് ബിഗിൻ ദ ജേർണി. യു വാച്ചിങ് APPEKAZZ. ഇറ്റ്സ് മീ, APPEKA ഹിയർ. I'm back with a Martian Notifier smartwatch. ഇതിനെ സ്മാർട്ട് വാച്ച് എന്ന് പറയണോ ഒരു സ്മാർട്ട് നോട്ടിഫയർ എന്ന് പറയുന്നോ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എങ്കിലും ഇതിനെ ഇവർ കൊടുത്തേക്കുന്നത് സ്മാർട്ട് വാച്ച് എന്നാണ്. സോ നമുക്കങ്ങനെ തന്നെ വിളിക്കാം അല്ലേ. നമ്മൾ പണ്ട് ഒരു സ്മാർട്ട് വാച്ച് നമ്മൾ അൺബോക്സ് ചെയ്ത് ഓർമ്മയുണ്ടല്ലോ അല്ലേ, ടോട്ടലി ഫെയിലായിരുന്നു. ഓ മാൻ. സോ അതുപോലെ ആകത്തില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ നമുക്ക് നേരെ അൺബോക്സിലോട്ട് പോകാം. സോ ഗൈസ്, അൺബോക്സ് ചെയ്യാനുള്ള ഡിവൈസ് ഒന്നുമില്ല. അൺബോക്സ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ എൻ്റെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സോ ഗൈസ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നിങ്ങൾ തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തി വിട്ടേക്കണേ. എന്നാലേ പുതിയ പുതിയ വീഡിയോ ഇട്ടാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ, നിങ്ങൾക്കത് ചാടി കയറി കാണാൻ പറ്റത്തുള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കൂട്ടുകാർക്കെല്ലാം എത്തിക്കുക. എന്നാൽ പിന്നെ നമുക്ക് ഇവനെ അങ്ങ് അൺബോക്സ് ചെയ്യാം അല്ലേ. ഗൈസ് ഒന്നും എടുത്തിട്ടില്ല, വലിച്ചു പൊട്ടിക്കാം. ഗൈസ് ഇതാണ് ഇതിൻ്റെ ബോക്സ്. സോ ആളെ കണ്ട ഒരു ചീപ്പർ ലുക്ക്, ചീപ്പ് ഐറ്റം ആണെന്നൊന്ന് വിചാരിക്കണ്ട കേട്ടോ. ആൾ മെയ്ഡ് ഇൻ USA ആണ്, കാലിഫോർണിയ ഡിസൈൻ, തായ്വാൻ ആണ് മെയ്ഡ്. സംഭവം കിടുക്കാച്ചിയാണ്, ഒന്നും പറയാനില്ല. ഇതിൻ്റെ കുറേ സ്പെസിഫിക്കേഷൻ എൻ്റെ പുറകെ കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഇതൊരു നോട്ടിഫയർ ആണ്. സ്മാർട്ട് വാച്ചിനുപരി ഇതിനെ നോട്ടിഫയർ എന്ന് വിളിക്കാനാണ് ഏറ്റവും നല്ലത്. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിൽ വരുന്ന നോട്ടിഫിക്കേഷൻസ് ലൈക്ക് ഫേസ്ബുക്കിൽ നിന്ന് വരുന്ന നോട്ടിഫിക്കേഷൻ, മെസ്സേജസ്, കോൾ നോട്ടിഫിക്കേഷൻ, അതുപോലെ നമുക്ക് വരുന്ന ഇമെയിൽസ്, ഇതൊക്കെ ഇതിനകത്ത് ഒരു QLED ഡിസ്പ്ലേ ഉണ്ട്, അതിനകത്ത് കാണിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമുക്കിന്ന് അതിൻ്റെ ബാക്കി അൺബോക്സിലോട്ട് കിടക്കാം അല്ലേ. ഒട്ടൊരു സീലുണ്ട്. സീല് പൊട്ടിച്ചിട്ടുണ്ട് മോനെ. ബോക്സിൻ്റെ സീല് പൊട്ടി. ഓക്കെ, ഇത് ബോക്സ് ഇതിനകത്തുണ്ട്. ഇതിനകത്തൊരു കിടുക്കാച്ചി ബോക്സ് ഉണ്ട്. ഇതാണ് നമ്മുടെ വാച്ച് ഇവിടെ ഇരിക്കട്ടെ. ഈ ബോക്സിനകത്തൊന്നുമില്ല കേട്ടോ, നല്ലൊരു മെറ്റീരിയൽ ബോക്സാണ്. സോ ഇതിനകത്തൊന്നുമില്ല, ഇത് നമുക്ക് മാറ്റി വെക്കാം. നമ്മുടെ വാച്ച് ഇതിനകത്ത് എന്തോ ഉണ്ട് നോക്കട്ടെ. ഒരു ബോക്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഇത്രേ ഉള്ളൂ. നമുക്ക് മാറ്റി വെക്കാം. സോ ഒരു ചെറിയ ബോക്സും നമ്മുടെ വാച്ചും. ഗൈസ് ഇതാണ് നമ്മുടെ വാച്ച്, നോക്കിയേ. നല്ല ഫിനിഷിങ്ങാണ്, നല്ലൊരു ഫിനിഷിങ്ങാണ് ഇതിന് കൊടുത്തേക്കുന്നത്. ഇനി ഇതിൻ്റെ ഫ്യൂച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. അതിനു മുമ്പ് നമ്മുടെ ഈ ചെറിയ ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്യാം. സോ ഗായ്സ്, ഇതിനകൂടത്തിൽ എനിക്കൊരു USB കിട്ടിയിട്ടുണ്ട്. USB കേബിളാണിത്, വേറൊന്നുമില്ല. പിന്നെ ഇതെന്താ, ലിമിറ്റഡ് വാറണ്ടി, 1 ഇയർ വാറണ്ടി, ലിമിറ്റഡ് വാറണ്ടി ഉണ്ട്. സോ പിന്നെ ഉള്ളത് അങ്ങനെ, ഇത് മൊത്തം തായ്വാനീസാണ് കേട്ടോ. ചൈനീസാണോ തായ്വാനാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇംഗ്ലീഷ് തന്നെ നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ഇംഗ്ലീഷ് തന്നെ തെറ്റിപ്പോകുന്നത്, അതിൻ്റെ ഇടയ്ക്കാണ് ഇതെന്താണ് ഇതെങ്ങനെ വായിച്ചെടുക്കും ഇതിനകത്ത്. എൻ്റെ മോനെ, ഇതിനകത്ത് ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ട്. 1 ഇയർ വാറണ്ടിൻ്റെ ബാക്ക് സൈഡ് അതിൻ്റെ ചൈനീസാണെന്ന് തോന്നുന്നു, അതും പോട്ടെ. ഇതിനകത്ത് ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് നോട്ട്സൊക്കെ എഴുതിയേക്കുന്നൊരു ബുക്കിലെറ്റാണ്. ഇതിനകത്ത് ചൈനീസും ഇംഗ്ലീഷും ഉണ്ട്. മോനെ,
ഇത് ഫുൾ ഇംഗ്ലീഷാണ് കേട്ടോ. ഇത് ഫുൾ ഇംഗ്ലീഷാണ്. ഇതിനകത്ത് ഇതെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇതിൻ്റെ കൂട്ടത്തിൽ എന്തൊക്കെയുണ്ട്, ഇതിനകത്ത് ഓരോ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നും, പിന്നെ അതുപോലെ തന്നെ ബാറ്ററി ചെക്ക് ചെയ്യുന്ന ലെവൽ ചെക്ക് ചെയ്യുന്നതും, അതുപോലെ തന്നെ ബാറ്ററി ചാർജ് ചെയ്യുന്നത്, പെയർ ചെയ്യുന്നത് എന്ന് വേണ്ട എല്ലാ ഐറ്റവും ഇതിനകത്ത് പറയുന്നുണ്ട്. സോ ഇത് നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെക്കാം, ബോക്സ് മാറ്റി വെക്കാം. USB കേബിള് വൈറ്റ് കേബിളാണ്, വൈറ്റ് ബ്ലാക്ക് ഡിസൈനാണ്. ഇതിൻ്റെ ഒരു പ്രത്യേക ശ്രദ്ധിച്ചാൽ അറിയാം, ഇതിൻ്റെ USB കേബിളിന് നല്ല നീട്ടമുണ്ട്. സോ അതെവിടെയാണ് കൊടുക്കുന്നത്, വാച്ചിൻ്റെ ഇവിടാണ് ഗൈസ്. ഇതിനകത്താണ് കേട്ടോ USB കേബിൾ നമ്മൾ USB കണക്ട് ചെയ്ത്. മൈക്രോ USB ആണേ, മൈക്രോ USB. നല്ല നീളമുണ്ട് ഇതിന്. കാരണം അപ്പോൾ ഇതിനകത്താണ് ഇത് കണക്ട് ചെയ്യുന്നത്. കണ്ടോ, ഇങ്ങനെ കണക്ട് ചെയ്യാം. ഓക്കെ, ഇത് USB-A നമുക്ക് നമ്മുടെ ചാർജിങ് പോർട്ടിലൊക്കെ കൊടുക്കാം, ചാർജ് ചെയ്യാം. ഫസ്റ്റ് ഇത് ചാർജ് ചെയ്തേക്കണം. 2-3 മണിക്കൂർ ചാർജിങ് ടൈം പറയുന്നുണ്ട്. ഓക്കെ, ഇത് USB മാറ്റി വെക്കാം. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ഐറ്റം. പ്ലാസ്റ്റിക് ഒന്ന് ഇളക്കാവേ. എൻ്റെ മോനെ, നല്ല ഒരു കിടുക്കാച്ചി ഡിസൈനാണ് കേട്ടോ. സോ നിങ്ങൾ ഇതിനെക്കുറിച്ച് ഇപ്പോൾ ആലോചിക്കുന്നുണ്ടായിരിക്കും, എന്താണ് ഞാനിത് മേടിക്കാനുള്ള കാരണം, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ. ഗൈസ്, ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സ്മാർട്ട് നോട്ടിഫയർ ആണ്. ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു സ്മാർട്ട് നോട്ടിഫയർ ആണ്. ഇതിന് ബ്ലൂടൂത്ത് 4.0 ടെക്നോളജി ഉണ്ട്. അതുപോലെ തന്നെ സ്മാർട്ട് സ്വിച്ചസ്, സെലക്ട് ചെയ്യാനുള്ള സ്മാർട്ട് സ്വിച്ചസ്. അതുപോലെ ഇതൊരു വാച്ച് എന്ന് പറയാൻ പറ്റും. കാരണം ഇതിന് അനലോഗ് മീറ്റർ കണ്ടോ, ഇതിന് സെക്കൻഡ് സൂചി ഇല്ല, അനലോഗ് മീറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ അനലോഗ് മീറ്ററിന് നമുക്ക് ഇതിനകത്ത് ഇൻബിൽട്ട് സെപ്പറേറ്റ് ബാറ്ററി 2 years ആണ് അവരതിൻ്റെ കാലാവധി പറയുന്നത്. ബാറ്ററി തീർന്നു പോകുന്ന കാലാവധി പറയുന്നത് 2 years. ഒരു കുഴപ്പമില്ല, ഇത് വർക്ക് ചെയ്യും, സെക്കൻഡ് സൂചി ഇല്ല. അതുപോലെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ളതാണ്, ഈ വാച്ചിൻ്റെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള നോബാണ്. പിന്നെ വാച്ച് മെയ്ഡ് ചെയ്തേക്കുന്നത് നല്ല അടിപൊളി ലൈറ്റ് മെറ്റീരിയലാണ്. ഇതിൻ്റെ ഈ പാർട്ട് മെയ്ഡ് ചെയ്തേക്കുന്നവർ പറയുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലാണെന്ന് പറയുന്നു. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ പിന്നെ ഇതിൻ്റെ ഫ്യൂച്ചർ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ടിലായിരിക്കുന്ന ഈ ഗ്ലാസ്, ഇത് ക്രിസ്റ്റൽ ഗ്ലാസ് ആണ്. അതായത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ സാധാരണ നമ്മുടെ സ്മാർട്ട് വാച്ചിലൊക്കെ വരുന്ന പോലെ തന്നെ നമ്മൾ ഗോറില്ല ഗ്ലാസ് എന്നൊക്കെ പറയുന്നില്ലേ, ഗോറില്ല ഗ്ലാസ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഇതൊരു ക്രിസ്റ്റൽ ഗ്ലാസ് ആണ്. സോ ഇത് സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ഉള്ള ഇതാണ് QLED പാനലാണിത്. ഈ QLED പാനലാണ് നമുക്ക് ഡിസ്പ്ലേ വരുന്നത്. നിങ്ങൾ കാണാൻ തരത്തില്ല, QLED പാനൽ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നത്. പിന്നെ ഇതിന് തൊട്ടപ്പുറത്തുള്ളത് ഒരു LED നോട്ടിഫിക്കേഷൻ ലൈറ്റാണ്. പിന്നെ ഇതിൻ്റെ കുറേ എക്സ്ട്രാ ഫീച്ചർ പറയുകയാണ്, ഇതിനകത്ത് വൈബ്രേറ്റർ ഉണ്ട്. സോ ഈ വൈബ്രേറ്ററാണ് നമുക്ക് മെസ്സേജ് വരുന്നതും മറ്റുമൊക്കെ നമ്മളെ നോട്ടിഫൈ ചെയ്യുന്നത്. സോ പിന്നെ അതുപോലെ തന്നെ ഇതിന് LED ലൈറ്റ് ഉണ്ട്. വേറൊരു പ്രത്യേകത പറയുവാണെങ്കിൽ ഗൈസ്, ഇത് 3 axis ആക്സിലറോമീറ്റർ സെൻസറുണ്ട്. ഇതിന് സെൻസറുണ്ട്. സോ ഗൈസ്, അതായത് സെൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഗ്ലാസ് 2 പ്രാവശ്യം ടാപ്പ് ചെയ്യുവാണെങ്കിൽ ആ നോട്ടിഫിക്കേഷൻ നമുക്കൊരു 5 മിനിറ്റ് ഡിസ്പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കും. അതുപോലെ അതിൽ വീണ്ടും ടാപ്പ് ചെയ്യുവാണെങ്കിൽ ആ നോട്ടിഫിക്കേഷൻ റിമൂവ് ആവും. അങ്ങനെ ഒരു ഫ്യൂച്ചറുണ്ട്. പിന്നെ ഇതിന് ബ്ലൂടൂത്ത് ഉണ്ടെന്ന് പറഞ്ഞു. ലോ എനർജി ബ്ലൂടൂത്ത് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. 2 to 3 hours, 2 to 3 മണിക്കൂർ വരെ മതി ഇത് ചാർജ് ഫുള്ളാകാനായിട്ട്. ബാറ്ററി ഇൻഡിക്കേറ്റർ ഉണ്ട്. അങ്ങനെ ഫുള്ളായ ബാറ്ററി 5 to 6 ദിവസം വരെ ലോങ് ലാസ്റ്റ് ചെയ്യും നമ്മൾ ബ്ലൂടൂത്ത് കണ്ടിട്ട് നമ്മുടെ നോർമൽ യൂസേജിൽ. പിന്നെ ഇതിനകത്ത് സ്പെഷ്യലായിട്ട് പറയുവാണെങ്കിൽ ഇത് കാലിഫോർണിയ മെയ്ഡാണ്. ഡിസൈൻ കാലിഫോർണിയയാണ്, തായ്വാനാണ് മെയ്ഡ്. പിന്നെ ബാക്ക് സൈഡ് അതുപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടാണ് മെയ്ഡ് ചെയ്തേക്കുന്നത്. വാട്ടർ പ്രൂഫ് ഒന്നും അല്ല കേട്ടോ, വാട്ടർ പ്രൂഫ് ഒന്നും കമ്പനി അവകാശപ്പെടുന്നില്ല. ഒരു എൻട്രി ലെവൽ, അതായത് എന്താ പറയുന്നത്, ഒരു എൻട്രി ലെവൽ സ്മാർട്ട് നോട്ടിഫയർ, സ്മാർട്ട് തിങ്സിൻ്റെ ഒരു സ്മാർട്ട് വെയറബിളിൻ്റെ ഒരു എൻട്രി ലെവൽ എന്നേ ഇതിന് പറയാൻ പറ്റത്തുള്ളൂ. കാരണം വളരെ പ്രൈസ് കുറഞ്ഞ ഇത് ഇറങ്ങിയ സമയത്ത് കമ്പനി അവകാശപ്പെടുന്നത് $100 പക്ഷേ എനിക്കിത് കിട്ടിയേക്കുന്നത് 49 ദിർഹംസിനാണ്. നാട്ടിൽ ഒരു 1000 രൂപ താഴെ വരും. ഇവിടെ ന്യൂഡിൽ നിന്ന് 49 ദിർഹംസിനാണ് കിട്ടിയേക്കുന്നത്. ഇതിൻ്റെ സ്പെസിഫിക്കേഷനും അതുപോലെ തന്നെ അടങ്ങിയ സൈറ്റ്, അതുപോലെ തന്നെ ഇത് എവിടുന്ന് മേടിച്ചെന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്, നിങ്ങൾ കയറി ചെക്ക് ചെയ്യുക. സോ നമുക്കിതൊന്ന് ഓണാക്കാം. നമ്മൾ കഴിഞ്ഞ വാച്ച് ഓണാക്കിയപ്പോഴാണ് നമുക്ക് ഫെയിലായത്. ഇത് ഓണാവുമെന്ന് തോന്നുന്നു. യെസ്
ഗൈസ് ഇത് ഓൺ ആയിട്ടുണ്ട്. വളരെ നല്ലൊരു ഡിസ്പ്ലേ, നല്ല ബ്രൈറ്റ് ഒരു ഡിസ്പ്ലേ ആണ് അടിയിൽ. സോ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഫസ്റ്റ് തന്നെ എൻ്റെ ബാറ്ററി മറ്റു കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഡേറ്റ് കണ്ടോ, ഡേറ്റ്, ടൈം, അത് തന്നെ ഫസ്റ്റ് ഡിസ്പ്ലേ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഈ സ്വിച്ചാണ് ഇതിൻ്റെ ഓപ്ഷൻസ് മോഡൊക്കെ ചേഞ്ച് ചെയ്യുന്നത്. സോ നിങ്ങൾ ഈ സ്വിച്ചിലൊന്ന് ഞെക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്ന ഓപ്ഷൻ ലൈറ്റ്, അതുപോലെ തന്നെ DND, അതുപോലെ തന്നെ ക്യാമറ മോഡ്, പിന്നെ ഫോൺ ഫൈൻഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്, പിന്നെ സെറ്റപ്പിനകത്ത് ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാനായിട്ടും ഡേറ്റ് മാറ്റാനായിട്ടും ലീഷ് ചേഞ്ച് ചെയ്യാനായിട്ടും LED ഓൺ ഓഫ് ആക്കാനായിട്ടും പിന്നെ ആൻഡ്രോയിഡ്. ഇതൊക്കെ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ ഗൈസ് നിങ്ങൾ ഇതിൻ്റെ വൈബ്രേഷൻ കേൾക്കുന്നുണ്ടോയെന്ന് അറിയത്തില്ല. ഞാൻ വൈബ്രേഷൻ ഒന്ന് കേൾപ്പിച്ച് കാണിക്കാം. നല്ല ഒരു ഹെവി വൈബ്രേഷനാണ് കേട്ടോ ഇതിനുള്ളത്. നല്ലൊരു ഹെവി വൈബ്രേഷനാണ്. നമുക്ക് വളരെ വളരെ നൈസായിട്ട് അതിൻ്റെ വൈബ്രേഷൻ എടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഇത് ഒരു 42 mm ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ സ്ട്രാഫ്. വളരെ ലൈറ്റായിട്ടുള്ള ഇൻ്റർചേഞ്ചബിൾ സ്ട്രാഫാണ്. ഓക്കെ ഗൈസ്, ഇത് ഇൻ്റർചേഞ്ചബിൾ സ്ട്രാഫാണ്. ആ മില്ലിമീറ്ററിലുള്ള മറ്റ് സ്ട്രാഫുകളുമായിട്ട് ഇത് നമുക്കിത് ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഈ ഒരു മെറ്റീരിയലും സ്റ്റെയിൻലെസ് സ്റ്റീലാണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് വെയർ ചെയ്ത് നോക്കാം. നല്ലൊരു കംഫോർട്ട് വെയറിംഗ് ആണ്. നല്ല ലുക്കുണ്ട് കാണാൻ. സോ ടൈം കാണാം. നല്ല വൈബ്രേഷനൊക്കെ എനിക്ക് നന്നായിട്ട് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, ഇതിന് നിങ്ങളറിയാത്ത മറ്റൊരു ഫീച്ചറും കൂടെ. എന്തെന്നറിയോ, ഇതിന് ഇൻഡിവിജ്വൽ ആപ്ലിക്കേഷൻ സപ്പോർട്ട് ചെയ്യും. സോ ആ ആപ്ലിക്കേഷൻ വെച്ച് നമുക്ക് ഇതിനകത്തുള്ള ഫുള്ള് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. സോ നമുക്ക് ആ ആപ്ലിക്കേഷൻ ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ ഗൈസ്, ആദ്യം തന്നെ നമ്മളിത് ഓണാക്കണം. ഓണാക്കിയതിന് ശേഷം സെറ്റപ്പ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഓണാക്കിയതിന് ശേഷം ഈ സെറ്റിംഗ് ഓരോന്ന് ചേഞ്ച് ചെയ്ത് സെറ്റപ്പിൽ കൊണ്ടുവരുന്നതിന് ശേഷം നേരെ ഈ ആൻഡ്രോയിഡ് എന്ന് പറയുന്നിടത്ത് ടിക്ക് ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്തിരിക്കണം. കാണാമെന്നറിയില്ല. ആൻഡ്രോയിഡ് എന്നുള്ളിടത്ത് ടിക്ക് ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്തിരിക്കണം. അതിന് ശേഷം നിങ്ങൾ നേരെ അത് വാച്ച് ഇവിടെ വെച്ചതിന് ശേഷം നിങ്ങൾ നേരെ മാർഷ്യൻ നോട്ടിഫയർ എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ല. ഇതിന് തേർഡ് പാർട്ടി സൈറ്റിൽ നിന്ന് ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്താണ്. ഡൗൺലോഡിങ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. ഫസ്റ്റ് നിങ്ങളിത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നേരെ ഇത് ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു വിൻഡോ ആയിരിക്കും വരുന്നത്. സോ ആദ്യം നമ്മൾ ഇത് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിത് കണക്ട് ചെയ്തിരിക്കണം. അതിന് ഈ ഫസ്റ്റ് ഓപ്ഷനിൽ ഹോം ലൈനിൽ കണക്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ചെക്ക് ചെയ്യണം. അതിനുശേഷം അപ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻ വരും. അതിനകത്ത് സ്കാൻ ഫോർ ഡിവൈസ് എന്ന് കൊടുക്കുക. അപ്പോൾ ഈ ഡിവൈസ് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെയിറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഞാനിത് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സോ നമുക്ക് ഇനി ഇതിനകത്ത് ഓരോ സെറ്റപ്സും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നോട്ടിഫിക്കേഷൻ ആക്സസ് ഓൺ ആക്കാനുള്ള ഓപ്ഷനാണ്. ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്. കണക്ട് ചെയ്തെന്ന് അറിയാനായിട്ട് നമ്മളിങ്ങനെ ഫസ്റ്റ് ഇത് നോക്കുമ്പോൾ തന്നെ ഇവിടെ ഒരു 2 ആരോ മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാം. അതാണ് കണക്ഷൻ സെറ്റപ്പ് ആയെന്നുള്ളതിൻ്റെ ഇത് പറയുന്നത്. ഓക്കെ, സോ ഇതിനകത്ത് ആദ്യം കാണിച്ചേക്കുന്നത് ഇതിൻ്റെ വൈബ്രേഷൻ ഇൻറ്റൻസിറ്റിയാണ്. ഇത് നമുക്ക് എത്ര വേണമെങ്കിലും കൂട്ടാം. ഹെവി ആക്കാം, ലൈറ്റ് ആക്കാം, അതെങ്ങനെ വേണമെങ്കിലും കൂട്ടാം. അത് നമുക്ക് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ അതുപോലെ തന്നെ അടുത്തത് അലേർട്ട് വരുന്നത്. ഇതിനകത്തും നമുക്ക് ഇൻകമിങ്, മിസ് കോള്, വേണ്ട കുറേ ഏതൊക്കെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നമ്മളിവിടെ ഓർഡർ ടിക്ക് കൊടുക്കുവാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി വരും. ഇതിന് വേറെ അഡ്വാൻറ്റേജ് പറയുവാണെങ്കിൽ ഇതിനകത്ത് വൈബ്രേഷൻ പാറ്റേൺ നമുക്ക് മാറ്റാൻ പറ്റും. ഇത് നമുക്ക് മാറ്റിയിട്ട് ഇത് ഫുള്ള് ലോങ് ഇടുവാണെങ്കിൽ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേന് ഇത് ഫുള്ള് ലോങ് ആയിട്ട് കേൾക്കാൻ പറ്റും. കണ്ടോ, വളരെ ലോങ് ആയിട്ട് കേൾക്കാൻ പറ്റും ഇത്. ഇനി ലോങ്ങിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഒന്ന് ഷോർട്ട് ആക്കിയിട്ട് കൊടുക്കുവാണെങ്കിൽ ഒരു ഷോർട്ട് വൈബ്രേഷൻ വരും. പിന്നെ ലോങ് അങ്ങനെ ആയിരിക്കും ഇതിൻ്റെ വൈബ്രേഷൻ സെറ്റ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് വൈബ്രേഷൻ ഏത് രീതിയിലും അതങ്ങനെ സെറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അറിയാം ഏത് സാധനം ഏത് നോട്ടിഫിക്കേഷൻ വന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റും. അതൊരു കാര്യമാണ്. സോ ഗൈസ്, അലർട്ട് കഴിഞ്ഞ ഉടനെ അടുത്ത റിപ്പീറ്ററിനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ അലാറം നമ്മൾ ഇഷ്ടമുള്ള അലാറം ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഓണും ഓഫും ആക്കാനുള്ള ഫീച്ചർ ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ അലാറത്തിന് എത്ര വൈബ്രേഷൻ ഇൻറ്റൻസിറ്റി കൊടുക്കണമെന്നുള്ളത് നമുക്ക് മാറ്റാം. പിന്നെ അടുത്തത് ഡിസ്പ്ലേ ആണ്. ഫസ്റ്റ് ഞെക്കുമ്പോൾ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ഡിസ്പ്ലേ ചെയ്യണമെന്നുള്ള അതിനകത്ത് കൊടുത്തേക്കുന്നത്. വേൾഡ് ക്ലോക്ക് നമുക്ക് ടൈം സോൺ ചൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇന്നത്തെ വെതർ
വെതറും കണ്ടോ, വെതർ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഇന്നത്തെ കാലാവസ്ഥ നമുക്ക് അറിയാൻ പറ്റും. നമ്മളത് നെറ്റുമായിട്ട് കണക്ട് ചെയ്തിരിക്കണം ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ. പിന്നെ നമുക്ക് സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലാംഗ്വേജ് ചൂസ് ചെയ്യുന്നതാണ്. LED ഇനബിൾ ചെയ്യാനായിട്ടുള്ള ഓപ്ഷനുണ്ട്, ക്യാരക്ടർ, പിന്നെ ഫോർമാറ്റ്, ഡേറ്റ് ഫോർമാറ്റ്, ടൈം ഫോർമാറ്റ്, അങ്ങനെ എല്ലാം ഉണ്ട്. പിന്നെ ഹെൽപ്പിനകത്ത് പ്രൊഡക്റ്റ് രജിസ്ട്രേഷൻ, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ്, വീഡിയോ ട്യൂട്ടോറിയൽ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ഇത്രയൊക്കെയാണ് ഇതിനകത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. സോ ഗായ്സ്, ഇതിപ്പോൾ മനസ്സിലായില്ലേ ഇതിൻ്റെ ഫ്യൂച്ചേഴ്സൊക്കെ എന്തൊക്കെയാണെന്നുള്ളത്. വെറും 49 ദിറംസ്, നാട്ടിൽ 1000 രൂപയെ താഴെ വില വരുന്ന ഒരു നല്ല ഒരു, കാരണം ഇതിൻ്റെ ആ ഡിസൈൻ കണ്ടോ, അവർ മെയിനായിട്ട് ഇതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്ന ഡിസൈനും അതുപോലെ തന്നെ സ്മാർട്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്ന രീതിയാണ്. സോ നമുക്കിത് കണ്ടു കഴിഞ്ഞാൽ ഒരു വാച്ച്, നോർമൽ കോച്ച് വാച്ച് പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളെങ്കിലും പക്ഷേ ഇത് സ്മാർട്ട് വെയറബിൾ ആണെന്ന് ഇങ്ങനെ ആർക്കും അറിയാൻ പറ്റില്ല. പിന്നെ ഇത് ഡിസഡ്വാൻറ്റേജസ് പറഞ്ഞാൽ വാട്ടർ പ്രൂഫ്, നമ്മുടെ സാധാരണ നമ്മുടെ കയ്യിൽ കെട്ടുന്ന ബാൻഡിൻ്റെ അത്രയൊന്നും ഫ്യൂച്ചറിൽ ഹാർട്ട് റേറ്റ് സെൻസർ, അതുപോലെ വാട്ടർ പ്രൂഫും അതുപോലുള്ള സെൻസറിങ്, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ എന്താ പറയുക, നമ്മുടെ എക്സസൈസ് അതുപോലുള്ള അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സ്പോർട്സ് മോഡ്സ്, അതുപോലെ എക്സസൈസ്, അങ്ങനെ വേറെ കുറേ മോഡ്സ് അതൊന്നും ഇതിനകത്ത് അവൈലബിൾ അല്ല. പക്ഷേ ഒരു വാച്ച് എന്നുള്ള നിലയിൽ ഇത് ഈ സ്മാർട്ട് തിങ്സ് ഇതിനകത്ത് വരുന്ന ഈ ഇത്രയും കാര്യങ്ങളൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സോ ഗായ്സ്, ഇത്രയൊക്കെ ഉള്ള വീഡിയോസിൽ നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. സോ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.